ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാപ്പാൽ അവിൽ ഹൽവയാണ് കേട്ടോ. നമ്മുടെ ഈ ഹൽവ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയിൽ ഒരു തേങ്ങ എടുക്കാം നമുക്ക്. തീരെ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തേങ്ങ അല്ലെങ്കിൽ 2 തേങ്ങ വരെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം. അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചെറിയ തേങ്ങ ഒന്നും എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ തേങ്ങയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ പുറം ഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ബ്രൗൺ സൈഡ് ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കാരണം അതുണ്ടെങ്കിൽ നമ്മുടെ ഹൽവയുടെ കളറ് മാറിപ്പോവും. അതിൻ്റെ പേരിലാണ് അതൊന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് കേട്ടോ. അതായത് 1.5 കപ്പോളം ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഒരു അരിപ്പ ഒന്ന് നമുക്കൊരു ബൗളിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. കൂടെ ഒരു കോട്ടൺ ടവലും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഏകദേശം 3 കപ്പോളം തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഈ തേങ്ങയിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 കപ്പ് അളവിലാണ് കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലുള്ളത്. അതായത് 250 ml കപ്പിന് 3 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു കോട്ടൺ ടവലിൽ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആ തേങ്ങയുടെ കൊത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അരിപ്പയിലൂടെയാണ് ഇപ്പോൾ അരിച്ചെടുക്കുന്നതെങ്കിൽ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ബാക്കി ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ മറ്റൊരു ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് 1 കപ്പ് അളവിൽ അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് കളറുള്ള, അതായത് നമ്മൾ റോസ് കളർ അവൽ എടുക്കുന്നതിനേക്കാൾ ഇതുപോലെ നല്ല വെള്ള കളർ അവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ മാറാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ അവിൽ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. 75 ഗ്രാം അളവിലാണ് നമ്മളിതിലേക്ക് അവൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തത് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ അവിൽ പൊടിച്ചത് ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ തേങ്ങാപ്പാൽ നല്ലതുപോലെ കുറുകി കിട്ടും കേട്ടോ. അതായത് നമ്മുടെ അവലൊന്ന് കുതിർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ല കറുത്ത ശർക്കരയെക്കാളും കുറച്ച് ഇതുപോലെ വെള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൽവയുടെ കളറ് ഒരുപാട് ഡാർക്ക് ആകാതെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് അലിയിച്ചെടുക്കാവുന്നതാണ്. ശർക്കരയെല്ലാം ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് കരിപ്പെട്ടി ഉണ്ടല്ലോ, അതായത് പനങ്കരിപ്പെട്ടി, ആ കരിപ്പെട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് പനങ്കരിപ്പെട്ടിയിൽ ചെയ്യുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ പഞ്ചസാരയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചസാരയിലും ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതൊന്ന് തിളച്ചപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് ഇതൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് ഇതേ കടായിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഈ ശർക്കരയിൽ അത്യാവശ്യം പൊടിയും കല്ലൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അരിച്ച് തന്നെ നമ്മൾ എടുക്കണം. ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്തിട്ട് വീണ്ടും ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങട്ടെ. നമ്മുടെ ഈ ശർക്കര പാനി വീണ്ടും ഒന്ന് തിളച്ചിടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത്രയും തിക്നെസ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് നമ്മുടെ ഈ തേങ്ങാപ്പാൽ. നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്.
നമ്മളിതിലേക്ക് എക്സ്ട്രാ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങാപ്പാലിലുള്ള എണ്ണ തന്നെ തെളിഞ്ഞ് വരും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ തേങ്ങാപ്പാൽ അവല് ഹൽവ നമുക്ക് കിട്ടുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ. എണ്ണയെല്ലാം തെളിഞ്ഞ് കുറുകി വരും കേട്ടോ. ഈ വെള്ളം, അതായത് നമ്മുടെ ശർക്കര പാനിലെ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടി നന്നായിട്ട് ഒന്ന് കുറുകി വരാനായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ തേങ്ങാപ്പാലിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമ്മളതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരല്പസമയം കൂടി ഇതുപോലെ ഞാനൊന്ന് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ എണ്ണയെല്ലാം, തേങ്ങാപ്പാലിലെ ഒരു എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇതുപോലെ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ നമ്മുടെ ഈ മാവ്. അതായത് ഒരു സൈഡിലേക്ക് ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു രീതിക്ക് ഒന്ന് ഉരുണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ വൈറ്റ് കളറിലുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിനി നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഹൽവയുടെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ സ്പൂണിൽ മുട്ടിപ്പിടിക്കില്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ കടായിലൊന്നും മുട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഇങ്ങനെ വരണം. നമ്മുടെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ട്രെയിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് ചുറ്റും നമ്മുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രെയിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ഈ മിക്സ് ഒന്ന് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേ ആണായിട്ട് എടുത്തിട്ടുള്ളത്. അതിനടിഭാഗത്തായിട്ട് ചെറിയൊരു ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുറ്റിലും ഒന്ന് നെയ്യ് കൂടെ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ തട്ടിൽ തന്നെ ഇത് ചേർക്കാവുന്നതാണ്. എന്നാൽ ശരി, നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് വെക്കാവുന്നതാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഏകദേശം ഇത് നല്ലതുപോലെ ഹാർഡായി വന്നിട്ടുണ്ട്. എന്നാൽ ശരി, ഇതൊരു 1/2 മണിക്കൂറോളം ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടില്ല, ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നല്ലതുപോലെ തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രെയിലേക്കോ ഒന്ന് കമ്മിഴ്ത്തി തട്ടി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങാപ്പാൽ അവൽ ഹൽവയാണ്. ഇതുപോലെ ഒരു ഹൽവ തയ്യാറാക്കി നമുക്ക് മാക്സിമം 3 ഡേയ്സ് വരെ പുറത്ത് വെച്ചിരിക്കാം. 1 വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.